കൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഷിഫ്റ്റ് ആവുന്നത്. നമ്മള് ഓരോരുത്തർ സ്റ്റാർട്ട് വിരഹവേദനയിലാണ് ജാസ്മിനും ഗബ്രിയും. രണ്ടുപേരും വിരഹവേദന സഹിക്കാൻ കഴിയാതെ ഒരുമിച്ച് ഡെൻ റൂമിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഗബ്രി പവർ റൂമിലോട്ട് പോവാണ്. പവർ റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ ഗബ്രിയുടെ അടുത്തേക്ക് ജാസ്മിന് ചെല്ലാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് രാത്രി വന്ന് കിടന്ന് സംസാരിച്ച് ഉറങ്ങുന്ന തൊട്ട് മുമ്പ് മാത്രം പോകുന്നത് ഇനി നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് വിരഹവേദന അതവർ അവിടെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും കിടന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. അതിനു മുമ്പ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഗബ്രി പവർ റൂമിലോട്ട് കയറുമെന്ന് ആരും കരുതി കാണില്ല. ഏറ്റവും യോഗ്യനല്ല എന്ന് കരുതുന്ന ആളാണ് ഗബ്രി പവർ റൂമിലോട്ട് കയറാനായിട്ട്. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി തന്നെ ഇപ്പോൾ പവർ റൂമിലോട്ട് കയറിയിരിക്കുന്നു. എല്ലാവർക്കും കിട്ടിയ ഒരു അടിയാണിത് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണിക്കുന്ന രണ്ടുപേരും ബെഡിൽ ഒരുമിച്ച് കിടന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. സംസാരിക്കുന്ന സമയത്ത് അവിടെ ജാസ്മിന്റെ ദേഹത്ത് മൈക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മൈക്ക് ഊരി വെച്ചിട്ടാണ് ജാസ്മിൻ അവിടെ സംസാരിക്കുന്നത്. ഗബ്രിയുടെ അടുത്ത് കിടന്നിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീതു എന്ന് പറയുന്നുണ്ട്, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റൂം ചേഞ്ച് ചെയ്യണമല്ലോ, ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ശ്രീതു എന്ന് പറയുന്നുണ്ട്. അവിടെ റസ്മി ഇരുന്നുകൊണ്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവിടെ ജാസ്മിനെ മടിയായിട്ട് ഇപ്പോൾ വേണ്ടല്ലോ, ഞാൻ അവസാനം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറഞ്ഞില്ല, പറ്റില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്, ഒരുമിച്ച് അപ്പോൾ മാറ്റിയാലേ ശരിയാവുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് അവിടെ ശ്രീതു പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, ഗബ്രി നീ നിന്റെ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റി, അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ജാസ്മിൻ ആ മൈക്ക് എടുത്ത് വീണ്ടും ഇടുന്നത്. ലാലേട്ടൻ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് പ്രത്യേകം വാണിംഗ് കൊടുത്ത കാര്യമെന്ന് പറയുന്നത് മൈക്ക് ഇടാത്തതിനാണ്. 1 വീക്ക് നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് ഇട്ടിട്ടുമുണ്ട്. എന്നിട്ടും ജാസ്മിൻ വീണ്ടും മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്നത് ഒട്ടും നല്ലതായിട്ടുള്ള പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് വലിയ ഫോൾട്ടുകൾ തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടെ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് മൈക്ക് ഊരി വെക്കാം, അല്ലാതെ അവർ സംസാരിക്കുന്ന സമയത്ത് മൈക്ക് ഊരി വെക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ വീണ്ടും നമുക്ക് ലൈവില് മൈക്ക് ഊരി വെച്ചുകൊണ്ട് കിടന്ന് സംസാരിക്കുന്ന ജാസ്മിനെയാണ് കാണാനായിട്ട് സാധിച്ചത്.